ആതിരെ തിരുവല്ലയിൽ ബലാത്സംഗം നടന്നിട്ടില്ല. തിരുവല്ല എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടി എടുത്തു പറഞ്ഞിരിക്കുന്ന ഇടമാണ്. തിരുവല്ലയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് രാഹുൽ തന്നെ ബലാത്സംഗം ചെയ്ത് അല്ലെങ്കിൽ പീഡിപ്പിച്ചത് എന്നുള്ളത്. ഇപ്പോൾ അത് നടന്നിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. അതിനുള്ളൊരു തെളിവുകളായിട്ടാണ് ഫെനി നൈനാന്റെ ചാറ്റുകൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ചാറ്റുകൾ അതിനെയും കണ്ടു കാണും. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ചാറ്റുകൾ പങ്കുവെച്ചുകൊണ്ട് തന്റെ ഭാഗം ക്ലിയർ ആക്കുന്ന ഒരു നിലയിലേക്ക് പോകുന്നത്. ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും പല പെൺകുട്ടികളും രാഹുലിനെതിരെയുള്ള പരാതികൾ പറയാൻ മടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ 2024 ബലാത്സംഗം ചെയ്ത പെൺകുട്ടി 2025 വന്നുകൊണ്ട് തനിക്ക് ചാറ്റ് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കാണണമെന്ന് പറയുന്നതിന്റെ ലോജിക് എന്താണ് എന്നുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്നർ മീനിങ് ആണ് ഫെനി നൈനാൻ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് പെൺകുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയല്ലേ? പെൺകുട്ടിയോട് ചെയ്യുന്ന ക്രൂരതയാണോ എന്നതിന്റെ അപ്പുറത്തേക്കും രാഹുൽ ചെക്ക് വെച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. രാഹുൽ മൊഴി കൊടുത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നിട്ടുള്ളത്, ഒരു റേപ്പ് ഇവിടെ നടന്നിട്ടില്ല എന്ന് ആയിരുന്നു ആദ്യം മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഈ ഒരു കേസിനെ തനിക്ക് അനുകൂലമാക്കാൻ തനിക്കറിയാം എന്നുള്ളത്. അറിയാമെന്നതിന്റെ ഒരു തെളിവ് ഇത് ഫാബ്രിക്കേറ്റഡ് ആവുന്നതിന്റെ അപ്പുറത്തേക്കും കുറെ അധികം ചാറ്റുകളും തെളിവുകളും ആദ്യകാലം തൊട്ട് ഇയാൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന മറ്റു കുറച്ച് അല്ലെങ്കിൽ നിലപാടുകൾ ഇപ്പൊ പുറത്തേക്ക് വരുന്നുണ്ട്. അതിലൊന്നാമതായി ഇവർ തമ്മിൽ ലൈംഗിക ബന്ധം നടന്നിട്ടുള്ളത് കേരളത്തിൽ വെച്ചിട്ടല്ല, കാനഡയിൽ വെച്ചിട്ടാണെന്നാണ് ആ പറയുന്ന നിലപാടുകളിലൂടെ വ്യക്തമാകുന്നത്. രാഹുൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഈ പറയുന്ന DNA ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഏത് കാലഘട്ടത്തിലാണ് ലൈംഗിക ബന്ധം ഉണ്ടായിട്ടുള്ളതെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഇയാൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ചിട്ടാണ് ലൈംഗിക ബന്ധം നടന്നിട്ടുള്ളത്. അതേപോലെ ഈ ഒരു റേപ്പ് എന്ന രീതിയിൽ തിരുവല്ലയിൽ വെച്ചിട്ടല്ല. അതുകൊണ്ട് ഇതിന്റെ ഇടയ്ക്കുള്ള കുറെ കാര്യങ്ങൾ ബ്ലാങ്ക് ആണ്. തിരുവല്ലയിൽ വെച്ച് ഹർഷ നേരത്തെ പറഞ്ഞില്ല, അതിന്റെ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല എന്ന്. തിരുവല്ലയിൽ വെച്ച് റേപ്പ് ചെയ്തു. റേപ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റേപ്പിനകത്ത് നടന്നിട്ടുള്ളത് വിവരിച്ചിട്ടുണ്ടല്ലോ FIR-നകത്ത്. അതിനകത്തിൽ വിവരിച്ചിട്ടുള്ളത് വെച്ചിട്ട് രണ്ടാമതൊരിക്കൽ അയാളെ കാണാനായിട്ട് നമുക്ക് ഒരിക്കലും തോന്നാത്ത രീതിയിലുള്ളൊരു കാര്യമാണ്. അല്ല, അതിന് ശേഷമാണ് ഫ്ലാറ്റ് വാങ്ങുന്നത് സംബന്ധിച്ച് രാഹുൽ ഈശ്വർ കുറച്ച് കാര്യങ്ങൾ വന്ന് മുന്നോട്ട് വന്ന് പറഞ്ഞല്ലോ, നമ്മളെ അത്രയും ഭീകരമായി റേപ്പ് ചെയ്ത ഒരാളുടെ കൂടെ എങ്ങനെയാണ് ഫ്ലാറ്റ് വാങ്ങിച്ച് നമുക്ക് ജീവിക്കാൻ തോന്നുന്നത്? അതും ഈ പറയുന്ന രീതിയിൽ അബോർഷൻ സംഭവിക്കണമെങ്കിൽ ഹർഷിക്കറിയാലോ, ഒരു 6 മാസമൊക്കെ കഴിഞ്ഞാലൊന്നും അബോർഷൻ എന്ന് പറയുന്ന ആ ഒരു തലങ്ങളിലേക്ക് പോകാൻ പറ്റില്ല. കാരണം കുറച്ചുകൂടെ സീരിയസ് ആണ്. അബോട്ടായി ഇത് മിസ്കാരേജ് എന്നാണ് പറയുന്നത്. മിസ്കാരേജ് എന്ന് പറയുന്നത് 4 മാസത്തിനൊക്കെ മുമ്പാണ് ഈ മിസ്കാരേജ് സംഭവിക്കുന്നത്. അതിനുശേഷം ഈ 2025 ഫെനി നൈനാനോട് ഈ പറയുന്നത് നമുക്കൊന്നുകൂടെ ഇയാളുടെ ഒന്നുകൂടെ കാണണം. അതേപോലെ ഹർഷ പറഞ്ഞ പോലെ 4 മണിക്കൂറോളം വരുന്ന സംസാരിക്കണമെന്ന്. ഈ നേരത്തെ ഈ റൂമിൽ കയറി ഒരു മുന്നറിയിപ്പ് പോലും ഇല്ലാതെ തള്ളിയിട്ട് റേപ്പ് ചെയ്ത മനുഷ്യന്റെ കൂടെ എന്ത് വിശ്വസിച്ചാ നമുക്ക് ഈ 4 മണിക്കൂർ പോയിട്ട് 10 മിനിറ്റ് പോലും അയാളെ ഒറ്റയ്ക്ക് കാണാനുള്ളത്? നമുക്കൊരു ഫിയർ ഉണ്ടാവും, ഒരു ട്രോമ ഉണ്ടാവും. ഒരു റേപ്പ് എന്ന് പറയുന്ന ഒരു ട്രോമയാണ് ശരിക്കും. റേപ്പിന്റെ അപ്പുറത്തേക്കും ഒരാളെ നമ്മളെ ഒരു ബാഡ് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ട്രോമയാണ് ഉണ്ടാകുന്നത്. ആ ഒരു സമയത്തെ അല്ലെങ്കിൽ ഒരു വീണ്ടും ഒരു ടൈം ട്രാവൽ ഒക്കെ ചെയ്തു പോയിരുന്നെങ്കിൽ ആ സമയം ഇല്ലാതാക്കി കളയാൻ അങ്ങനത്തെ ഒരു ട്രോമയിലേക്കൊക്കെയാണ് ഈ പറയുന്ന ബാഡ് ടച്ച് പോലും നമ്മളെ കൊണ്ടുവന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു റേപ്പ് നടക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു 4 മണിക്കൂറൊക്കെ ഒറ്റയ്ക്ക് ആ മനുഷ്യന്റെ കൂടെ റൂമിൽ ചിലവഴിക്കുക എന്ന് പറയുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. അല്ല, ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു പ്രശ്നത്തിന് ശേഷം, അതായത് ഈ പറയുന്ന ബ്രൂട്ടലി റേപ്പ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ആ സമയത്തിന് ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തവണ കൂടി കാണണമെന്ന് പറയുന്നുണ്ട്. പെൺകുട്ടി അതിന് നിഷേധിച്ചു എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് പരാതിയിലുള്ള കാര്യങ്ങളാണത്. അതിനുശേഷം പിന്നീട് ഈ 2025 കാലഘട്ടം 2025 നവംബറിലാണ് ഫെനി നൈനാന് മെസ്സേജ് അയച്ചിട്ടുള്ള ഒരു ഈ പറയുന്ന സ്ക്രീൻഷോട്ടുകൾ പുറത്തു വരുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പെൺകുട്ടി ചിലപ്പോൾ ഒരു പക്ഷെ ഫെനി നൈനാനോട് ആവശ്യപ്പെട്ട് കാണണം എന്നുള്ളത് രാഹുലിനെ. പക്ഷേ ആദ്യത്തെ ഈ ആരോപണങ്ങളും പരാതിയും വന്ന സമയത്ത് തന്നെ രാഹുൽ കൃത്യമായി ഈ പെൺകുട്ടിയെ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും കൃത്യമായി ഈ ഒരു പരാതിയുമായി നീ മുന്നോട്ട് പോയാൽ നിന്റെ കുടുംബത്തെ ഇല്ലാതാക്കും, അല്ലെങ്കിൽ അനിയത്തിയുടെ കല്യാണം മുടക്കും പോലെയുള്ള ഭീഷണിയുടെ സ്വരങ്ങൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ ഫെനി നൈനാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഫെനി നൈനാനോട് ചോദിച്ചു കാണണം, ഒരുമിച്ച് രാഹുലിനെ ഒന്ന് കാണണം, സംസാരിക്കണം, പേഴ്സണലായിട്ട് സംസാരിക്കണം. പക്ഷെ അതിന് നമുക്ക് 2 രീതിയിൽ എടുക്കാം. ഒന്നെങ്കിൽ പ്രണയാതുരമായ ഒരു ആവശ്യമാണ് രാഹുലിന് ശേഷം ഒരിക്കലും ഒരു പ്രണയം ഉണ്ടാവില്ല. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കല്യാണം കഴിച്ച ഒരാളാണെങ്കിൽ പോലും ആ ആള് നമ്മളെ റേപ്പ് ആണ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ കൂടെ നമുക്ക് ഒരുമിച്ച് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പോലും ഒരു ഫിയർ ആയിരിക്കും തീർച്ചയായിട്ടും. പക്ഷെ അവിടെ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഹർഷ നോട്ട് ചെയ്യണം.
ഈ ഒരു കാര്യങ്ങളെ പറ്റിയൊക്കെ അറിയാവുന്ന ഒന്ന് ഫെനി നയനാറാണ്. പിന്നെ മറ്റുള്ളത് ഇവരുടെ കാറിൽ കൊണ്ടാകുന്ന ഒരു സുഹൃത്തുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോ ഇവർക്ക് ആ ഒരു ഫിയർ, റേപ്പിന്റെ ആ ഒരു ഫിയർ ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ ഫസ്റ്റ് അതിജീവിതയൊക്കെ പറഞ്ഞല്ലോ, അവർ ആ ഒരു ട്രോമയിൽ നിന്നും വിട്ടുപോകാൻ ഒരുപാട് കാലങ്ങൾ എടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അതൊരു റിയാലിറ്റിയാണ്. പക്ഷെ ഈ പെൺകുട്ടിയെ രാഹുൽ പലതവണ വീണ്ടും സമീപിച്ചിരുന്നു. നമ്മള് ഈ ഒരു പരാതി നമ്മൾ ശ്രദ്ധിക്കണം, അങ്ങോട്ട് ഡിമാൻഡ് ചെയ്യേണ്ട ഒരു സാധനം തന്നെയാണിത്. അല്ല നമ്മൾ കാണുന്ന സമയത്ത് ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് പറയുന്നത്, ആദ്യം എന്നെ റേപ്പ് ചെയ്ത ഹർഷയ്ക്ക് ആ ഒരു ലോജിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ഞാൻ റേപ്പ് ചെയ്ത ഒരാളുടെ മുമ്പിലേക്ക് എനിക്കൊരു 10 മിനിറ്റ് പോയിട്ട് ഒരു അടച്ചിട്ട മുറിയിലേക്ക് എനിക്ക് ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം മുതലേ ചിന്തിക്കണം, ഈ ഒരു പരാതിയിൽ FIR-ൽ വന്നിരിക്കുന്നതനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിയോട് പിന്നീട് രാഹുൽ സംസാരിക്കുന്നുണ്ട്. രാഹുൽ സംസാരിച്ചതിന് ശേഷം രാഹുൽ വീണ്ടും ഈ പെൺകുട്ടിയെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് രാഹുലിന്റെ ഒരു ഫ്ലാറ്റ് എടുക്കാം. അല്ല, അത് രാഹുലിന്റെ പ്രവണതയാണ്. എല്ലാവരോടും ഒരുപോലെയാണെന്നുള്ളത് ഈ പെൺകുട്ടിക്ക് അറിയില്ലല്ലോ. ഈ പെൺകുട്ടിയുടെ മനസ്സിലാകും, ഒരാൾ മാത്രം അറിയാം. ബാക്കിയുള്ള കേസുകളെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇത് രാഹുലിന്റെ ഒരു പ്രവണത തന്നെയാണ്. വളരെ ഒരു സ്വീറ്റ് ആയിട്ടൊക്കെ ചീത്ത വിളിക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അതിനൊരു ടാലന്റ് കൂടുതലായിട്ട്. ഫസ്റ്റ് ടൈം വരുന്നത് ഈ കോൾ റെക്കോർഡിങ്സ് ഒക്കെ പുറത്തേക്ക് വരുന്നത്, വളരെ മധുരമായി ഒഴിവാക്കുന്നത്, മധുരമായി ചീത്ത വിളിക്കുന്നത്, ഇതൊക്കെ അയാളുടെ ഒരു ടാലന്റ് തന്നെയാണ്. അതിന്റെ ഒരു മറ്റൊരു വേർഷനാണ്. എനിക്ക് വളരെ സ്വീറ്റ് ആയിട്ട് റേപ്പ് ചെയ്ത ഒരാള് 3 BHK ഫ്ലാറ്റ് വാങ്ങാം, പക്ഷേ പെൺകുട്ടി സമ്മതിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ടും അതാണ് ഞാൻ പറയുന്നത്. അത്രത്തോളം പ്രണയമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഈ പറയുന്ന പെൺകുട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു ട്രോമ ഉണ്ടാകുന്നത്. അതിനുശേഷം വീണ്ടും രാഹുൽ ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പറയുന്ന ചെരുപ്പിന് പൈസ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ട് കൊടുക്കുന്നത്, ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനുശേഷം ഫ്ലാറ്റ് വാങ്ങാനുള്ള തീരുമാനത്തിലെത്തുമ്പോൾ ഇവരുടെ മനസ്സിൽ അന്നൊരു അറ്റംപ്റ്റ്, ഈ പറയുന്ന ബ്രൂട്ടലി റേപ്പ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനുശേഷം റേപ്പിന് ശേഷം ഈ ഭ്രൂണം സൂക്ഷിച്ചത് മറക്കരുത്. ഇല്ല, എന്റെ കുഞ്ഞിന്റെ ഞാൻ ഭ്രൂണം സൂക്ഷിച്ചു വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് അയാളോടൊപ്പം ഫ്ലാറ്റ് വാങ്ങി? ഈ പറയുന്ന കാലഘട്ടം നമ്മൾ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇവിടെ കൃത്യമായി ഈ ഭ്രൂണം സൂക്ഷിച്ചു വെക്കാൻ, അല്ലെങ്കിൽ ഈ അബോഷന് ശേഷമാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ വീടെടുക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് എനിക്ക് സംശയമാണ്. എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല അത്. ബ്ലോക്ക് ചെയ്ത് പോവായിരുന്നു. അതെ, എപ്പോഴാണെങ്കിലും ഈ പറയുന്നത് ഫ്ലാറ്റ് വാങ്ങിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു. രണ്ടുപേരും അത് തീരുമാനമാകുന്നു. അതിനുശേഷം ഫെനി നയനാരോട് ഇതെല്ലാം പറഞ്ഞു എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു വഴക്കിൽ അവസാനിക്കുന്നു. പിന്നീടാണ് കുറെ നാളത്തേക്ക് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്നത്. പിന്നെ ഈ പരാതികൾ വന്ന സമയം, രാഹുലിനെതിരെ പരാതികൾ വന്നതിന് ശേഷമാണ് പെൺകുട്ടി രാഹുലിനെ കാണണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് എന്തിനു വേണ്ടി ആയിരിക്കും എന്നുള്ളത് ഇപ്പോൾ ഈ പറയുന്ന കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടായിരിക്കണം സംസാരിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു കാലഘട്ടം എത്തിയ സമയത്തേക്കും ഈ 2 പരാതികളും പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതെ, ഈ പരാതികളിലൊക്കെ സമാനമായി ഇയാൾ ഒരു പെൺകുട്ടിയെ തനിച്ച് കിട്ടി കഴിഞ്ഞാൽ റേപ്പ് ചെയ്യുമെന്നുള്ളത് ഒരു സമാനമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഓൾറെഡി ഇവരെ റേപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇയാള് ഹർഷ പറഞ്ഞ പോലെ ഇയാൾ എന്നെ മാത്രമാണല്ലോ ഇഷ്ടപ്പെടുന്നത് എന്ന് ഫെനി ആ ഒരു സിറ്റുവേഷൻ ഒക്കെ ഇല്ലേ, ഫെനിയിൽ നിന്ന് മനസ്സിലാക്കുന്നു ഞാൻ മാത്രമാണ് അയാളുടെ പ്രണയിനി. അപ്പൊ വീണ്ടും അയാളിലേക്ക് ഒരു പ്രണയാബദ്ധതയാകുന്നു. പിന്നെ അവരുടെ ഫാമിലി ലൈഫ് വളരെ മോശമാണ്. അതിൽ നിന്ന് ഈ പറയുന്ന തന്റെ കുഞ്ഞിന്റെ അച്ഛന അങ്ങനത്തെ ഇമോഷൻസ് ഒക്കെ ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്തിട്ടായിരിക്കും അവർ വീണ്ടും സിങ്ക് ആയിട്ടുണ്ടത്. പിന്നീട് ഈ കാണണമെന്ന് പറഞ്ഞ സിറ്റുവേഷൻ അതായിരിക്കും. പക്ഷെ ഈ കാണണമെന്ന് പറയുന്നത് ഈ പരാതികളൊക്കെ അറിഞ്ഞ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ആ ഒരു മുഖം വെളിച്ചത്തിലേക്ക് വന്നതിന് ശേഷമാണ് ഈ കാണണമെന്ന് പറയുന്നത്. പക്ഷെ അപ്പൊ ഇങ്ങനെ ഒരു മനുഷ്യൻ, ഇയാളെന്ന് പറയുന്നത് കൃത്യമായൊരു സ്ത്രീലമ്പടനാണ്. ഇയാൾക്ക് സ്ത്രീകളോട് വളരെയധികം ഇങ്ങനത്തെ എല്ലാ സ്ത്രീകളോടും ഒരേപോലെ ഉണ്ട്. അപ്പൊ തന്നെ ചതിക്കാണ് എല്ലാം മനസ്സിലാക്കുന്ന ഒരാള്. ഇയാള് നേരത്തെ ആദ്യത്തെ കേസിലൊക്കെ ആണെങ്കിൽ കൊല്ലും എന്നൊക്കെയായിരുന്നു ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്. അതും നമ്മൾ ഓർക്കണം. അപ്പൊ ഇയാളുടെ ഇതൊക്കെ പുറത്തേക്ക് വന്ന് എന്ത് വിശ്വാസത്തിലാണ് 3-4 മണിക്കൂറും ഒക്കെ ഒറ്റയ്ക്ക്, ഒരിക്കലും അയാളെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വർഷം ഇത്രയധികം തെളിവുകൾ ഈ സ്ത്രീയുടെ കൈവശം ഉണ്ടെങ്കിൽ ഇവരെ തനിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ കൊല്ലത്തില്ലേ? അത് ഒരു തമ്മിൽ ഒരു വഴക്കുണ്ടായി. ഇവര് തമ്മിൽ ഈ ഒരു സ്ത്രീയുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരുമിച്ച് ജീവിക്കണമെന്നാണ്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ആളുടെ ആവശ്യം എന്ന് പറയുന്നത് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഒരുമിച്ചൊരു വഴക്കുണ്ടാവുന്നു, ഒരു കൊലപാതകത്തിനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ലേ? അപ്പോൾ അല്ലെങ്കിൽ ഫെനീൻ എന്നോട് ഹർഷ പറഞ്ഞൊരു സാഹചര്യത്തിലാണെങ്കിലും ഒരുമിച്ച് കാണണമെന്ന് പറയുന്നത് ഇതൊക്കെ പറഞ്ഞു തീർക്കാനാണെങ്കിലും ഒരാളെ കൂടെ എനിക്ക് തനിച്ച് കാണണമെന്ന് പറയുമ്പോഴാണ് ഒരു മിസ്ലോജിക്ക് ഉണ്ടാവുന്നത്. അവിടെയാണ് ഈ പറയുന്ന രീതിയിൽ കോടതി മുറിയിലേക്ക് എത്തുമ്പോൾ ഇതൊക്കെ ഡിഫെൻഡ് ചെയ്യും. നമുക്ക് ഈ പറയുന്ന ഇമോഷൻസ്, എന്റെ ഇമോഷൻ ഇങ്ങനെയാണെന്ന് പോയി കോടതിയോട് പറയാൻ പറ്റില്ല. കോടതി മുന്നിലേക്ക് ഒരു നല്ലൊരു വക്കീലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വാദിക്കാൻ പോകുന്നതെങ്കിൽ കൃത്യമായ അയാൾ ഇതൊക്കെ ചോദിക്കും. അല്ല, ഇനിയിപ്പോ പെൺകുട്ടിയുടെ അഭാവം, പെൺകുട്ടി ഇതുവരെ നാട്ടിലെത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കോടതിയിലെത്തുമ്പോൾ പെൺകുട്ടിയുമില്ല, പെൺകുട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും പുറത്തു വരുമ്പോൾ ഇനി അത് രാഹുലിന് അനുകൂലമാകാനുള്ള സാധ്യത രാഹുൽ പറഞ്ഞിട്ടുള്ള
ഞാൻ ഇടയ്ക്കൊന്ന് പറഞ്ഞിരുന്നു, രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് ലൈംഗിക ബന്ധം ഇവിടെ വെച്ചല്ല നടന്നിട്ടുള്ളത്, കാനഡയിൽ വെച്ചിട്ടാണെന്ന് പറയുന്നത്. അപ്പോ അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഇത് തമ്മില് രണ്ട് വ്യത്യാസം. തിരുവല്ലയിൽ വെച്ച് ഒരു ബലാത്സംഗമേ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കേസിന്റെ സെക്ഷനുകളിലൊക്കെ മാറിപ്പോവും. ഈ പറയുന്ന രാഹുലിന് വളരെ എളുപ്പത്തിൽ പുറത്തേക്ക് വരാൻ പറ്റും. ഈ പറയുന്ന കരുനീക്കങ്ങളാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ CCTV ദൃശ്യങ്ങളൊക്കെ തിരുവല്ലയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ബാക്കി നിലപാടുകൾ വേറെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്ന വശത്തുനിന്ന് വരുന്നത്. എന്താണ് ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം? ശരിക്കും രാഹുലിന്റെ ഭാഗത്തുനിന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, DNA ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ എന്നാണ് ഈ പറയുന്ന രീതിയിലുള്ള ഈ പറയുന്ന ഗർഭം ധരിച്ചതെന്നൊക്കെ അറിയാൻ പറ്റും. അങ്ങനെയുള്ള മെഡിക്കൽ റെക്കോർഡ്സ് അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായാൽ മാത്രമേ ഇനി ഒരു കേസിന് മുന്നോട്ട് പോക്കുള്ളൂ എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫിനി ഒരു നല്ല സുഹൃത്താണ്. അതാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. വേണമെങ്കിൽ രാഹുലിനെ ചതിച്ചിട്ട് എനിക്കിതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് പോകാമായിരുന്നു. പക്ഷെ തന്റെ മോശം കാലഘട്ടത്തിലും സുഹൃത്തിനെ രക്ഷിക്കാനായിട്ട് ആ ഒരു ചാറ്റുകളൊക്കെ ഫെനി പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബാക്കി അന്വേഷണം, കാരണം ഇതും ഇനി അന്വേഷണ സംഘത്തിലേക്ക് എത്തുന്നുള്ളതാണ് സത്യാവസ്ഥ. കൂടുതലായിട്ടും ഇപ്പൊ വീണ്ടും റിമാൻഡിങ് ചെയ്തിരിക്കുകയല്ലേ രാഹുലിനെ. അപ്പോൾ വീണ്ടും ഇതൊരു ട്രയൽ ആയിട്ടൊക്കെ പോയി കോടതി മുറിയിലേക്ക് എത്തുമ്പോഴാണ് ഇതിന്റെ ഒരു ചൂട് കറക്റ്റ് ആയിട്ട് വരുന്നത്. ആ ഒരു സ്ത്രീ വന്നിട്ടില്ലല്ലോ, അപ്പൊ അവര് വരണം, അവര് വന്ന് അവരുടെ മൊഴി രേഖപ്പെടുത്തി എന്നാൽ മാത്രമേ ഈ ഒരു കേസ് മുന്നോട്ട് പോകുള്ളൂ. അതുവരെ പുള്ളി ഒരു കുറ്റ ആരോപണത്തിന്റെ രീതിയിൽ ഒരു ട്വിസ്റ്റുകളാണ്. ഡെയിലി ഇങ്ങനെ ട്വിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോ ഫെനിയുടെ ഭാഗത്തു നിന്ന് ഒരു ബോംബ് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നാളെ അതിജീവിതയുടെ ഭാഗത്ത് നിന്ന് നേരത്തെ കോൾ റെക്കോർഡിങ്സ് ഒക്കെ ഓരോ ഡേ ബൈ ഡേ പുറത്തേക്ക് വന്നില്ലേ, അതേപോലെ നാളെ ചിലപ്പോൾ ഇതിലും വലിയ തെളിവുകൾ രാഹുലിനെതിരെ പുറത്തേക്ക് വരുമായിരിക്കും. ആ തെളിവുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് കൂടുതലായിട്ടും ഈ പറയുന്ന കേസിന്റെ ഒരു പൂർണ്ണ രൂപം എല്ലാവർക്കും കിട്ടുള്ളൂ.